നടനും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത്. സിദ്ദിഖ് പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ചെറിയ പ്രായത്തിലാണ് ദുരനുഭവമുണ്ടായതെന്നും രേവതി പറഞ്ഞു. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സിനിമയിൽ അവസരമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് സിദ്ദിഖ് പീഡിപ്പിച്ചതെന്ന് രേവതി സമ്പത്ത് പറയുന്നു. 1 മണിക്കൂറോളം ഹീനമായി ഉപദ്രവിച്ചു. ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് വെല്ലുവിളിച്ചെന്നും അവർ തുറന്നു പറഞ്ഞു. ഞാൻ +2 കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ വെക്കേഷന് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്ട് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്. ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത്. പീഡന അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് സിദ്ദിഖ് വിശേഷിപ്പിച്ചത്. എന്നാൽ അതേ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടൻ തന്നോടും ചെയ്തത്. പരാതി പറയാൻ നിരവധി വാതിലുകൾ മുട്ടിയെങ്കിലും ഫലമുണ്ടായില്ല എന്ന് രേവതി ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു. ധാരാളം തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അത്രത്തോളം പീഡനം അനുഭവിച്ചതിനാൽ ഇനി നിയമ നടപടിക്കില്ലെന്നും രേവതി സമ്പത്ത് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.